Good morning everyone. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ മോഷൻ്റെ പ്ലെയിൻ ആണ്. സോ മോഷൻ്റെ പ്ലെയിൻ അഗെയിൻ മോഷൻ്റെ സ്ട്രെയിറ്റ് ലൈനിൽ കുറേ സിമിലർ ആയിരിക്കും. കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ബട്ട് ഇഫ് യു ക്യാൻ കൺസിഡർ ഈ മോഷൻ്റെ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ 2 ഡയമെൻഷണൽ മോഷൻ, 3 ഡയമെൻഷൻ ആക്ച്വലി പറയാം, പക്ഷേ നമ്മൾ 2 ഡയമെൻഷനിലേ ചെയ്യുള്ളൂ. കുറച്ച് 2 ഡയമെൻഷണൽ ഫിനോമിനാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇതിപ്പോൾ നമ്മൾ 1D നമ്മൾ പഠിച്ചു, 1 ഡയമെൻഷണൽ മോഷൻ നമ്മൾ പഠിച്ചു. ഇനി 2 ഡയമെൻഷനിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ എന്തെല്ലാമാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്, എന്തെല്ലാം നമുക്ക് ആവശ്യമുള്ളത്, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ലെറ്റ്സ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. ഇപ്പോൾ ഈ ഒരു മോഷനകത്ത് ഇത് പറഞ്ഞാൽ 1 ഡയമെൻഷൻ കേസ് നമുക്കറിയാം എക്സ് ആക്സിസ് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് 2 ഡയമെൻഷനകത്ത് 2 ആക്സിസ് ഉണ്ട്. ഓക്കെ, സോ 2 ആക്സിസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് മോഷൻസ് നമുക്ക് ബിഫോർ നമ്മളെങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, ഇതായിരുന്നു നമുക്ക് ഉണ്ടായിരുന്ന നമ്പർ ലൈൻ. ഇത് ഒറിജിൻ ഉണ്ടായിരുന്നു. നമുക്കൊരു ഒബ്ജക്റ്റിനെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും മാത്രമേ മൂവ് ചെയ്യാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ ഇതിനെ മുകളിലേക്കോ താഴത്തേക്കോ അല്ലെങ്കിൽ ഒരു സ്ലാൻഡ് അറ്റ് ആൻ ആംഗിൾ അതൊന്നും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്കിനി എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. മേ ബി ഇങ്ങനെ മൂവ് ചെയ്യാം, അതായത് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം, ഇനി ഇങ്ങനെ മൂവ് ചെയ്യാം. ഏതെങ്കിലും എത്ര കേർലി പാത്താണെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയും. സോ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ എങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ. ഞാനൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾ തന്നെ പറയൂ. സോ ഞാനിപ്പോൾ ലെറ്റ്സ് ഒരു ഫീൽഡ് ട്രിപ്പിന് പോയെന്ന് വെച്ചോ. ഇപ്പോൾ ഇതിൻ്റെ ടോപ്പ് വ്യൂ ആണ്, ഇത് ഫീൽഡ് ട്രിപ്പിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. ഞങ്ങൾ ഇവിടെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ലെറ്റ്സ് ഞാൻ ഇവിടെയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ചോ. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഡേ ഞാനൊരു ലെറ്റ്സ് ഒരു 5 കിലോമീറ്റേഴ്സ് മൂവ് ചെയ്തു. ഓക്കെ, ഞാൻ 5 കിലോമീറ്റർ സഞ്ചരിച്ചു. നെക്സ്റ്റ് ഡേ ഞാൻ അനദർ ഒരു 10 കിലോമീറ്റർ മൂവ് ചെയ്തു. ഓക്കെ, സോ ഈ ഒരു ഡാറ്റ വെച്ചിട്ട് ഞാനിപ്പോൾ എവിടെയായിരിക്കും ഉണ്ടാവുക? ഞാൻ ഇവിടെ ആയിരുന്നു ആദ്യം. സോ ഞാൻ ഫസ്റ്റ് ഡേ 5 കിലോമീറ്റർ മൂവ് ചെയ്തു. സോ ഈ പ്ലെയിനകത്ത് എനിക്ക് എന്നെ മാപ്പ് ചെയ്യാൻ കഴിയാനുള്ള ഒരു സ്പേസ് ഉണ്ടെന്ന് വിചാരിക്കുക, ഇമാജിൻ ചെയ്യുക. സോ ഫസ്റ്റ് ഡേ ഞാൻ 5 കിലോമീറ്റർ മൂവ് ചെയ്തു. സെക്കൻഡ് ഡേ ഞാൻ 10 കിലോമീറ്റർ മൂവ് ചെയ്തു. സോ ഞാൻ എവിടെ എത്തി ഇപ്പോൾ? അത് പറയാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക്, ഒന്ന് പോസ് ചെയ്ത് ആലോചിച്ച് നോക്ക്. 1 ഡയമെൻഷൻ മോഷൻ ആണെങ്കിൽ ഈ കേസിനകത്ത് ഞാൻ ഒറിജിനലാണ് ഉള്ളത്. സോ ഞാൻ പറയുകയാണ് 5 കിലോമീറ്റർ മൂവ് ചെയ്തു. സോ എന്തൊക്കെയാണ് പോസിബിലിറ്റീസ്? ഞാൻ വേണമെന്നുണ്ടെങ്കിൽ റൈറ്റിലേക്ക് 5 കിലോമീറ്റർ മൂവ് ചെയ്തേക്കാം. ഓക്കെ, അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് 5 കിലോമീറ്റർ മൂവ് ചെയ്തേക്കാം. സോ ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് ഞാൻ ജസ്റ്റ് ഒരു സൈൻ കൊടുത്താൽ മതി, അത് -5 കിലോമീറ്റർ എന്ന് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാതെ ഞാൻ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്തതാണ്. ഇപ്പോൾ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഇപ്പോൾ ഞാനിപ്പോൾ +10 കിലോമീറ്റേഴ്സ് പിന്നെ ഒരു മൂവ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആണ്, അത് ഞാൻ റൈറ്റിലേക്കാണ് +10 കിലോമീറ്റേഴ്സ് മൂവ് ചെയ്തത്. -10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്തത്. ഓക്കെ, സോ 1 ഡയമെൻഷനകത്ത് ഡയറക്ഷണൽ ആസ്പെക്റ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് സയൻസ് വെച്ചിട്ട് പറയാൻ പറ്റും. പക്ഷേ 2 ഡയമെൻഷനകത്ത് ഒരു ഇഷ്യൂ ഉണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 5 കിലോമീറ്റേഴ്സ് വേണമെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ഇങ്ങനെ ഒരു 5 കിലോമീറ്റർ മൂവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് വേണമെങ്കിൽ പിന്നെ ഞാൻ റൈറ്റിലേക്ക് അനദർ 10 കിലോമീറ്റർ ഞാൻ പിന്നെ ഇങ്ങനെ മൂവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് 5 കിലോമീറ്റർ ഇങ്ങനെ മൂവ് ചെയ്യാം, പിന്നെ എനിക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മൂവ് ചെയ്യാം. ഏതൊരു കുറേ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് എനിക്കുണ്ട്. ഓക്കെ, എങ്ങനെ വേണമെങ്കിലും മൂവ് ചെയ്യാം. സോ ഞാൻ ഈ 2 വാല്യൂസ് നിങ്ങൾക്ക് തന്നുകൊണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഞാൻ എവിടെയാണ് എൻ്റെ പാവുക എന്നുള്ളത്. ഓക്കെ, സോ അപ്പോൾ നമ്മൾ എന്ത് വേണം? നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് ഐഡിയ, അതായത് സയൻസ് വെച്ചിട്ട് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊരു പുതിയ ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സോ ആ ഒരു ഐഡിയ ആണ് വെക്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വെക്റ്റർ എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് ആരോ. അപ്പോൾ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആരോ ആണ് വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ആരോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ വെച്ചാൽ ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. സോ എത്ര മൂവ് ചെയ്തെന്നനുസരിച്ചിരിക്കും ഈ ആരോൻ്റെ വലുപ്പം. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 5 കിലോമീറ്റർ ഇൻ ദിസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് 5 കിലോമീറ്റർ ആയിരിക്കും. അത് പോയിന്റ് ചെയ്യുന്ന ഡയറക്ഷൻ അത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. 10 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡബിൾ ആയിരിക്കും, ഇതായിരിക്കും 10 കിലോമീറ്റർ എന്ന് പറഞ്ഞത്. സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നതിൻ്റെ ഡയറക്ഷനാണ്. ഓക്കെ, സോ ഇത് ആരോ വേർ ഇറ്റ്സ് പോയിന്റ്, അതാണ് ഇതിൻ്റെ ഡയറക്ഷൻ, ഇതിൻ്റെ ലെങ്ത് ആണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. സോ ഇതാണ് നമ്മൾ വെക്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു റീസൺ. സോ എപ്പോഴും നിങ്ങൾ ആലോചിക്കുക, ഒരു കോൺസെപ്റ്റിൽ നിന്ന് വേറെ അടുത്ത കോൺസെപ്റ്റിലേക്ക് പോകുന്ന സമയത്ത് എന്തുകൊണ്ട് ഈ ഐഡിയാസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു നിങ്ങൾ ചിന്തിക്കണം. സോ എന്നാൽ മാത്രമേ അത് ക്ലിയർ ആവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ ഇതിനെപ്പറ്റി നമ്മൾ കുറച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യും.
സോ വെക്റ്റർ എന്ന് പറയുന്നത്, സോ വെക്റ്ററാണ് ഐഡിയ. നമ്മൾ പഠിക്കാൻ പോകുന്നത് വെക്റ്ററിനെ പറ്റിയാണ്. എഗെയിൻ ബിഫോർ ദാറ്റ്, എന്തിനാണ് നമ്മൾ വെക്റ്റർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്? നമ്മൾ മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററാണ് പഠിക്കുന്നത്. ഇതിനകത്ത് 2 ഡയമെൻഷണൽ മോഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ അതിനകത്ത് വരുന്ന ഒരു ഐഡിയ ആണ് വെക്റ്റേഴ്സ് എന്ന് പറയുന്നത്. വെക്റ്റർ എന്ന് പറഞ്ഞ ഐഡിയ നമുക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ഡയമെൻഷനകത്ത് സയൻസ് വെച്ചിട്ട് മാത്രം നമുക്ക് പറയാൻ പറ്റും. അതായത് ഇത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഡയറക്ഷനിലേക്ക് പോകും, പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണെങ്കിൽ പോസിറ്റീവ് എക്സ്. ഇപ്പോൾ വൈ ആക്സിസ് ആണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ +y എന്ന് പറയുന്നത് പോസിറ്റീവും നെഗറ്റീവും മാത്രം പറഞ്ഞുകൊണ്ട്, ജസ്റ്റ് സയൻസ് വെച്ചുകൊണ്ട് മാത്രം, ജസ്റ്റ് ഈ പ്ലസ് ആൻഡ് മൈനസ് സയൻസ് വെച്ചുകൊണ്ട് മാത്രം നമുക്ക് ഈ 1 ഡയമെൻഷൻ മോഷനകത്ത് പറയാൻ പറ്റും. പക്ഷേ 2 ഡയമെൻഷനകത്ത് അത് കഴിയില്ല. 2 ഡയമെൻഷനകത്ത് നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് ഡയറക്ഷണൽ ആസ്പെക്റ്റ് പറഞ്ഞാലേ പറ്റത്തുള്ളൂ, കാരണം ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോസിബിലിറ്റീസ് ഉണ്ടാകുന്നുണ്ടെന്ന്. സോ വെക്റ്റേഴ്സ് എന്ന് പറയുന്നത് ഒരു ആരോ മാത്രമാണ്, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ആരോ, ഇതിൻ്റെ ലെങ്ത്ത്, ഈ ഒരു ലെങ്ത്താണ് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഈ പർട്ടിക്കുലർ ഏത് ഡയറക്ഷനിലാണ് പോയിന്റ് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ നമ്മൾ ഇനി കുറച്ച് ഓപ്പറേഷൻസ് പഠിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എങ്ങനെ വെക്റ്റേഴ്സ് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ പഠിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നമുക്ക് വളരെ സിമ്പിളാണ് ഇത്. പ്രത്യേകിച്ച് അങ്ങനെ ഒരു നിങ്ങൾ അഡീഷൻ എങ്ങനെയാണോ ആഡ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ ലെറ്റ്സ് സേ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഫീൽഡ് ട്രിപ്പിൻ്റെ കേസ് എടുക്കാം. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. സോ ഫസ്റ്റ് ഡേ ഞാൻ ഒറിജിനലാണ് ഉണ്ടായിരുന്നത്. അവിടുന്ന് ഞാൻ ഇത്ര ഡിസ്റ്റൻസ്, ഇതാണ് ഞാൻ ചെയ്തത്. സോ നമ്മൾ മറ്റേ വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ലെറ്ററും അതിൻ്റെ മുകളിൽ ഒരു ആരോവും വെക്കും. അങ്ങനെയാണ് നമ്മൾ വെക്റ്റേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലാണെങ്കിൽ ഇതൊരു ബോൾഡ് ലെറ്ററിലായിരിക്കും ഉണ്ടാവുക, ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ നമ്മൾ എഴുതുന്ന സമയത്ത് ഒരു ലെറ്റർ അതിൻ്റെ മുകളിൽ ഒരു ആരോ ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് വെക്റ്റർ എന്ന് പറയുന്നത്. ഇത് ബി ആണെന്ന് വെച്ചോ, വെക്റ്റർ ബി. ഓക്കെ, സോ ഞാൻ പറയാൻ പറ്റും ഞാൻ ഇവിടെയാണുള്ളത്. ഓക്കെ, ഞാൻ ഈ ഒരു ഭാഗത്താണുള്ളത്. സോ ഇതാണ് എൻ്റെ റിസൾട്ടൻ വെക്റ്റർ എന്ന് പറയുന്നത്, A+B എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെ വെക്റ്ററിനെ ആഡ് ചെയ്യാം. ഫസ്റ്റ് വെക്റ്ററിൻ്റെ ഇതിൻ്റെ ഹെഡ് ഓഫ് ദ വെക്റ്റർ എന്ന് പറയും, ഇത് ടെയിൽ ഓഫ് ദ വെക്റ്റർ, അതായത് തലയും വാലും നമുക്കങ്ങനെ പറയാൻ പറ്റും. സോ ഈ വെക്റ്ററിൻ്റെ ഹെഡിൽ നെക്സ്റ്റ് വെക്റ്ററിൻ്റെ ടെയിൽ വെക്കുക, എന്നിട്ട് ഇതിൻ്റെ ടെയിൽ നിന്ന് മറ്റേ ഹെഡിലേക്ക് വരച്ച് കഴിഞ്ഞാൽ അതാണ് എൻ്റെ അഡീഷൻ ഓഫ് വെക്റ്റർ. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ലെറ്റ്സ് സേ ഇപ്പോൾ ഞാൻ ഇതിനകത്ത് എന്താ ഫസ്റ്റ് ചെയ്തത്, ഞാൻ ഫസ്റ്റ് എ വരച്ചു, പിന്നെ ബി വരച്ചു, ആൻഡ് അറ്റ് ദ എൻഡ് ഞാൻ പൊസിഷനിലെത്തി. സോ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ തിരിച്ചും ചിന്തിക്കാം, എനിക്ക് വേണമെങ്കിൽ ബി ഡിസ്റ്റൻസ് ഫസ്റ്റ് കവർ ചെയ്യാം, എന്നിട്ട് എ ഡിസ്റ്റൻസ് കവർ ചെയ്താലും ഞാൻ സെയിം സ്ഥലത്ത് തന്നെ എത്തും. അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി എന്ന് പറയുന്നത് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ ആണ്. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്നൊക്കെ പറയുന്നതിന് വേണ്ടിയിട്ട് അത്. പിന്നെ ഇതേപോലെ തന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും നമുക്ക് പറയാൻ പറ്റും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇപ്പോൾ A+B+C ഈ 3 വെക്റ്ററിനെ ആഡ് ചെയ്യുന്ന വെച്ചോ. ഫസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും ആഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് എയും ബിയും ആഡ് ചെയ്തിട്ട് തേർഡ് വെക്റ്റർ ആഡ് ചെയ്യാം. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ, ദ ഓർഡർ ഡസൻറ്റ് മാറ്റർ, അതാണ് ഐഡിയ. ഓക്കെ, സോ ആസ് ലോങ് ആസ് ഈ ഒരു ഡയറക്ഷണൽ ആസ്പെക്ട് ഉണ്ടായ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഒക്കെ ഇത് വാലിഡ് ആയിട്ട് തന്നെ നിൽക്കും. അതാണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാം. സീറോ വെക്റ്റർ, നൾ വെക്റ്റർ എന്നൊക്കെ പറയും. അതൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഒരു വെക്റ്റർ ഉണ്ട്, എ എന്ന് പറയും. ഇതാണ് വെക്റ്റർ എ. ഓക്കെ, സോ നെഗറ്റീവ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ഇത് എ ആണെങ്കിൽ നെഗറ്റീവ് എ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഡയറക്ഷൻ ഷിഫ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. സോ നെഗറ്റീവ് എ ഇൻഡിക്കേറ്റ്സ്, നെഗറ്റീവ് എ വെക്റ്റർ എന്ന് പറയുന്നത് സെയിം വെക്റ്റർ ആയിരിക്കും, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. ഇതാണ് നെഗറ്റീവ് എ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒന്നുമില്ല, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. എ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ആരോവിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ലെങ്ത് ഓഫ് ദ ആരോ ഇൻഡിക്കേറ്റ്സ് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്, അതിനെത്ര ഇതുണ്ടാവാം. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ പോയിൻ്റ് ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കും അതിൻ്റെ ഡയറക്ഷൻ, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഐഡിയ ഓഫ് ആഡിങ് വെക്റ്റേഴ്സ് നമുക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് വെക്റ്ററിൻ്റെ ഹെഡിൽ സെക്കൻഡ് വെക്റ്ററിൻ്റെ ടെയിൽ വെക്കുക, ദെൻ ഫസ്റ്റ് വെക്റ്ററിൻ്റെ ടെയിൽ ടു ഹെഡ്
സെക്കൻഡ് വെക്ടറിൻ്റെ ഹെഡിലേക്ക് നമ്മൾ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ അതാണ് റിസൾട്ടൻ്റ് ഓഫ് എ വെക്ടർ എന്നൊക്കെ പറയുന്നത്. സോ ഇതിനെ ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. അറ്റ് ദെൻ പ്രോബ്ലം സോൾവിങ് സെഷൻ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സോ എല്ലാ ചാപ്റ്ററിലും നമ്മൾ ഫസ്റ്റ് ദ ഐഡിയാസ് നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു പ്രോബ്ലം സോൾവിങ് സെഷൻസ് ഉണ്ടാവും. അതിനകത്ത് കുറേ മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും, ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും, എന്നിട്ടായിരിക്കും നമ്മൾ മുമ്പോട്ടേക്ക് പോവുക. ഓക്കെ, സോ ഈ ഒരു കേസ് നമുക്കറിയാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. അഡീഷൻ ഓഫ് വെക്ടേഴ്സ് കിട്ടി. ഇനി നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ആ വെക്ടറിനെ എടുക്കുക, ഫ്ലിപ്പ് ചെയ്യുക, 180 ഡിഗ്രിയിൽ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ വെക്ടറിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും, ബട്ട് മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. സോ അതാണ് ഈ ഒരു ഐഡിയ. ഓക്കെ, ഇനി നമുക്ക് എപ്പോഴും ഇപ്പോൾ ഒരു ആരോ വരയ്ക്കാൻ പറ്റത്തില്ല എല്ലാ കേസിലും. ഇപ്പോൾ ഇത്ര വെലോസിറ്റി, അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നോക്കണം. ഈ വെക്ടർ എന്ന് പറയുന്നത് അതിനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ്സ് ഞാനിപ്പോൾ ഒരു ബോക്സ് എടുത്ത്, ഓക്കെ, ഈ ബോക്സിൻ്റെ അകത്ത് ഞാൻ കുറച്ച് എന്തെങ്കിലും, അല്ലെങ്കിൽ ഈ ബോക്സിൻ്റെ ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിക്കുക. ടെമ്പറേച്ചർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെറ്റ്സ് ഇത് 27 ഡിഗ്രീസിലാണ്, ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഉള്ളതെന്ന് വെച്ചാൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 27 ഡിഗ്രീസാണ് ഇതിൻ്റെ ടെമ്പറേച്ചർ. അതിന് എനിക്ക് ഡയറക്ഷൻ പറയേണ്ട ആവശ്യമുണ്ടോ? ചിന്തിച്ച് നോക്ക്. ഞാൻ ഈ ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഡയറക്ഷൻ പറയാൻ ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. നമ്മളിപ്പോൾ ഇത് 27 ഡിഗ്രീസ് ആണെങ്കിൽ 27 ഡിഗ്രീസ്, എനിക്ക് അതിൻ്റെ അപ്വേർഡെന്നോ ഡൗൺവേർഡെന്നോ സൈഡിലേക്കാണെന്നോ നോർത്തിലേക്കാണോ പോയിന്റ്, അതൊന്നും എനിക്ക് പറയേണ്ട ഒരു ആവശ്യമില്ല. പക്ഷേ ഈ ഒരു ബോക്സിനെ ഞാനിപ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, ഇപ്പോൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഞാനിപ്പോൾ ഇതിനകത്ത് ഈ ആരോ കാണിച്ചിട്ടുണ്ട് 2 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സ് അങ്ങോട്ടേക്ക് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റാണ്. നമ്മൾ ഫോഴ്സിനെ പറ്റി പഠിക്കാം. സോ ഫോർ ദ ടൈം ബീങ് ഞാൻ ഇങ്ങോട്ടത്തേക്ക് പുഷ് ചെയ്തെന്ന് വെച്ചോ, വിത്ത് സം എമൗണ്ട് ഓഫ് ഫോഴ്സ്. ഓക്കെ, സോ ഇങ്ങോട്ടത്തേക്ക് പുഷ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ, ഇത് നിങ്ങളിപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഇപ്പോൾ ഈ ഒരു ബോക്സിനെ 2 ന്യൂട്ടൺസ് ഓഫ് ഫോഴ്സും കൊണ്ട് പുഷ് ചെയ്തു അല്ലെങ്കിൽ പുള്ള് ചെയ്തെന്ന് വെച്ചോ, ഞാൻ എങ്ങോട്ടാണ് പുഷ് ചെയ്തെന്നോ പുള്ള് ചെയ്തെന്നോ പറഞ്ഞില്ലെങ്കിൽ അത് മീനിങ്ലെസ് അല്ലേ? ഓക്കെ, സോ ദ ക്വാണ്ടിറ്റീസ് ദാറ്റ് റിക്വയർസ് ഡയറക്ഷൻ ടു ഡിഫൈൻ, അതായത് ഏത് ക്വാണ്ടിറ്റീസ് ആണോ അതിൻ്റെ ഡയറക്ഷൻ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. ക്വാണ്ടിറ്റീസ് വിച്ച് ഡസൻ റിക്വയർ ഡയറക്ഷൻ, ആ ഒരു കൈൻഡ് ഓഫ് ഇതാണ് നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടെമ്പറേച്ചർ, മാസ് ഓഫ് എ ബോഡി അപ്പോൾ ലെറ്റ്സ് ഞാൻ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ലെറ്റ്സ് 5 കിലോഗ്രാം ആണ്. എനിക്ക് പറയേണ്ട ഇത് വെയിറ്റ് താഴത്തേക്കാണോ, അതായത് മാസ് എന്ന് പറയുന്നത് മുകളിലേക്കാണോ താഴത്തേക്കാണോ, വെയിറ്റ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. സോ മാസ് എന്ന് പറയുന്നത് 5 കിലോഗ്രാം ആണെങ്കിൽ ഞാൻ ഡയറക്ഷൻ പറയേണ്ട ആവശ്യമില്ല, അത് 5 കിലോഗ്രാം ആണ്. എനിക്ക് പറയേണ്ടത് അപ്വേർഡ് ആണ് ഡൗൺവേർഡ് ആണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ വെയിറ്റ് ഓഫ് എ ബോഡി എന്ന് പറയുന്ന സമയത്ത് അതൊരു ഫോഴ്സ് ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം. സോ 5 കിലോഗ്രാം എന്ന് പറയുന്നതും 27 ഡിഗ്രി സെൻറ്റിഗ്രേഡ് എന്ന് പറയുന്നത് ഒന്നും ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി അല്ല, അതിനൊന്നും എനിക്ക് ഡയറക്ഷൻ ആവശ്യമില്ല. അപ്പോൾ ആ ക്വാണ്ടിറ്റീസിനെ വിളിക്കുന്ന പേരാണ് സ്കെയിലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അത് ഓർക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ ഡെൻസിറ്റി ഇപ്പോൾ ലെറ്റ്സ് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ 2 gram per centimeter ക്യൂബാന്ന് വെച്ചോ, ഇതിൻ്റെ ഡെൻസിറ്റി. എനിക്ക് പറയേണ്ടത് അപ്വേർഡാണോ ഡൗൺവേർഡാണെന്നൊന്നും ഒന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത് മൂവ് ചെയ്യുന്നുണ്ട് ഒരു സർട്ടൻ ഡയറക്ഷനിൽ, അതായത് വിത്ത് സം സ്പീഡ്, ലെറ്റ്സ് സേ 2 meter/s. ഓക്കെ, ഇത് മൂവ് ചെയ്യുന്നുണ്ട് വിത്ത് സം പർട്ടിക്കുലർ സ്പീഡ്. ഇത് ഞാൻ ഡയറക്ഷൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്യുന്നുണ്ടോ താഴത്തേക്ക് പോകുന്നുണ്ടോ ലെഫ്റ്റിലേക്ക് പോകുന്നു, ഈ പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ക്വാണ്ടിറ്റീൻ്റെ നമ്മൾ ഡയറക്ഷൻ സ്പെസിഫൈ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് മീനിങ്ലെസ് ആണ്, നമുക്ക് അറിയില്ല എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ ഇതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയിട്ടേ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് വെക്ടേഴ്സ് ആൻഡ് സ്കെയിലേഴ്സ്. ഇത് ഞാൻ മുമ്പ് പറയേണ്ടായിരുന്നു, ലെറ്റ്സ് സേ ഇപ്പം പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത് ഈ ഒരു ഐഡിയ. ഓക്കെ, സോ ആൻഡ് അഗെയിൻ കമ്മിങ് ബാക്ക് ടു ദ പോയിന്റ്. സോ നമുക്കിനി മുമ്പോഴത്തേക്ക് പോവാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ എപ്പോഴും ആരോ വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു നടപ്പുള്ള കാര്യമല്ല. അതായത് ഭയങ്കര ഇടങ്ങേറാണ് നമ്മൾ ഈ ആരോ വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ നമുക്കൊരു വേറെ സിസ്റ്റം വേണം, അതായത് വേറെ തന്നെ ഒരു പർട്ടിക്കുലർ കുറച്ചുകൂടി സിംപ്ലർ ആയിട്ടുള്ള സിസ്റ്റം. ഐഡിയ വെക്ടറൊക്കെ കൊള്ളാം, നല്ല ഐഡിയ ആണ്. പക്ഷേ ഈ ആരോ എപ്പോഴും വരയ്ക്കുക, എപ്പോഴും സ്കെയിൽ ചെയ്ത് വരയ്ക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഇടങ്ങേറുള്ള കാര്യമാണ്. സോ നമുക്കിപ്പോൾ ഒരു വെക്ടറിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മളിപ്പോൾ ഒരു വെക്ടർ എടുത്തു, ഇപ്പോൾ എ എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്തു. ഓക്കെ, ഞാൻ എഗെയിൻ എ എന്ന് പറഞ്ഞൊരു വെക്ടർ എടുത്തു, ഈ സെയിം വെക്ടർ തന്നെ. എനിക്കിതിനെ ആഡ് ചെയ്യണം. സോ വെക്ടർ അഡീഷൻ എങ്ങനെ നടക്കാൻ നോക്കാം. a + a, എനിക്കിത് ആഡ് ചെയ്യണമെന്ന് വെച്ചോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ എ വെക്ടർ എടുത്തു, ഇതാണ് എ വെക്ടർ. ഓക്കെ, അതിൻ്റെ ഹെഡിൽ നമ്മൾ നേരത്തെ a + b ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഹെഡിൽ വേണം സെക്കൻഡ് വെക്ടറിൻ്റെ ടെയിൽ വരാനായിട്ട്. സോ ഇതാണ് എ വെക്ടർ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞത് ഇതാണ്, ദ ഹോൾ റിസൾട്ട് എന്ന് പറഞ്ഞത് ഇതാണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇപ്പോൾ കണ്ടത്,
നമ്മൾ സെയിം വെക്ടേഴ്സ് രണ്ടും കൂടെ ആഡ് ചെയ്ത സമയത്ത് എന്ത് സംഭവിച്ചു, അത് സ്കെയിൽ ചെയ്യപ്പെട്ടു. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് സ്കെയിൽ ചെയ്തു. സ്കെയിൽ എന്ന് പറഞ്ഞത് അത് ഡബിളായി ആക്ച്വലി. ഇപ്പോൾ 2 വെച്ച് കഴിഞ്ഞാൽ 2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ആവും, 3 വെച്ച് കഴിഞ്ഞാൽ 3 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ആവും. അപ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കുക, നമുക്ക് നമ്മുടെ വെക്ടറിനെ സ്കെയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വെക്ടർ എന്ന് പറയുന്നത് 2 ടൈംസ് എ വെക്ടറാണ്. അപ്പോൾ 2 ടൈംസ് എ വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഈ 2 ടൈംസ് എ വെക്ടർ റിപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കൊരു വെക്ടറിനെ സ്കെയിൽ ചെയ്യാൻ കഴിയും. ഇപ്പോൾ ഞാൻ 1.5 ടൈംസ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാനപ്പോൾ ഇപ്പോൾ ഇത് ലെറ്റ്സ് സേ 1/1 ടൈമാണ്. ഇതെന്ന് പറയുന്നത് ലെറ്റ്സ് സേ ഞാൻ ഒന്ന് എറേസ് ചെയ്യാം. ഇതതിൻ്റെ പകുതി, ലെറ്റ്സ് സേ ഇത്രയും. ഇതാണ് 1.5 ടൈംസ്. ഓക്കെ, ഇതാണ് 1.5 ടൈംസ് എന്ന് പറയുന്നത്. ഇത് 1 ടൈം 1 എ വെക്ടർ, ഇത് 0.5 എ വെക്ടർ. സോ അതാണ് 1.5 ടൈംസ്. സോ എനിക്ക് വെക്ടേഴ്സിനെ സ്കെയിൽ ചെയ്യാൻ പറ്റുന്നു, മനസ്സിലായി? ഓക്കെ, സോ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇനി നെക്സ്റ്റ് ഇതിലേക്ക് പോകുന്നത്. അതായത് എപ്പോഴും നമ്മൾ ആരോസ് വെച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് വളരെ ഡിഫിക്കൽട്ടാണ്. സോ നമ്മൾ പുതിയൊരു രീതി കണ്ടുപിടിക്കാൻ പോവുക. അതായത് നമുക്കിത് ബാക്ക് ആൻഡ് ഫോർ, നമുക്ക് ആരോയിലേക്ക് തിരിച്ചു വരണമെങ്കിൽ തിരിച്ചു വരാം. ഓക്കെ, ഈ ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ആരോയിലേക്ക് തിരിച്ചു വരും വേണം. പക്ഷേ അപ്പോൾ എങ്ങനെയായിരിക്കും നമുക്കത് ഡിഫൈൻ ചെയ്യാം? ഒന്ന് ചിന്തിച്ചു, ഒന്ന് ഹെഡിലേക്ക് ചിന്തിച്ചു നോക്കി എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ എനിക്കൊരു വെക്ടർ ഉണ്ട്, ഇതാണ് ആ വെക്ടർ. ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്. ഇതാണ് വെക്ടർ എ. ഓക്കെ, ഈ വെക്ടറിനെ ഈ ആരോ അല്ലാണ്ട് ഞാൻ എങ്ങനെ ഡിഫൈൻ ചെയ്യും? അതാണ് ഞാൻ ചിന്തിക്കാൻ നോക്കുന്നത്. സോ എങ്ങനെ ചെയ്യാൻ നോക്കാം. സോ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ മുമ്പ് ഡിഫൈൻ ചെയ്യുന്നതായിരിക്കും. സോ ഞാൻ 3 യൂണിറ്റ് വെക്ടേഴ്സ്, ഇതിന് ആക്ച്വലി 2 മതി, നമ്മൾ 3 വെക്ടേഴ്സ് വെറുതെ ഡിഫൈൻ ചെയ്യുകയാണ്. അതായത് ഒരു കൈൻഡ് ഓഫ് വെക്ടേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. സോ ആ വെക്ടേഴ്സ് എന്ന് പറയുന്നത്, ഒരു വെക്ടർ എന്ന് പറയുന്നത് എലോങ് ദി എക്സ് ആക്സിസ് ആണ് ഞാൻ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അതാണ്, അതിൻ്റെ പേരാണ് ഐ ക്യാപ് വെക്ടർ. ഇതാണ് ജെ ക്യാപ് വെക്ടർ. സിമ്പിൾ, ഇത് ടെർമിനോളജി നിങ്ങൾ നോക്കണ്ട. ഐ ക്യാപ് എന്ന് പറയുന്നത് ഇറ്റ് പോയിന്റ്സ് അലോങ് ദ എക്സ് ആക്സിസ്, ജെ ക്യാപ് എന്ന് പറയുന്നത് ഇറ്റ് പോയിന്റ്സ് അലോങ് വൈ ആക്സിസ്. സോ ഈ വെക്ടറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെക്ടറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ഓക്കെ, അതായത് ഇതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ പോയിന്റ് ചെയ്യുന്നേക്കുന്നത് എക്സ് ആക്സിസ് ആണ്. സോ ഐ ക്യാപ് എന്ന് പറയുന്ന വെക്ടർ, അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? ലെങ്ത് എന്ന് പറയുന്നത് 1 യൂണിറ്റ് ആണ്. ആൻഡ് ഇറ്റ് പോയിന്റ്സ് അലോങ് എക്സ് ആക്സിസ്, ഇത് എക്സ് ആക്സിസിലാണ് പോയിന്റ് ചെയ്തേക്കുന്നത്. ഇതേപോലെ തന്നെ ജെ ക്യാപ് എന്ന് പറയുന്നത്, ഇത് പോയിന്റ്സ് അലോങ് വൈ ആക്സിസ് ആണ് ആൻഡ് ലെങ്ത് 1 യൂണിറ്റ് ആണ്. സോ കെ ക്യാപ് എന്ന് പറയുന്നത്, ഇത് പോയിന്റ്സ് അലോങ് സി ആക്സിസ് ആണ്, ലെങ്ത് 1 യൂണിറ്റ് തന്നെയാണ്. ഈ 3 എണ്ണത്തിൻ്റെയും യൂണിറ്റ് 1 ആണ്. സോ എന്തുകൊണ്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതാണ് നമ്മൾ നോക്കുന്നത്. സോ എനിക്കിപ്പോൾ ഇവിടെ ഒരു ചെറിയ വെക്ടർ ഉണ്ട്, അതാണ് ഐ ക്യാപ് വെക്ടർ. ഓക്കെ, ആൻഡ് ഞാനെന്താ പറഞ്ഞത്, എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അതായത് ഈ വെക്ടറിനെ എത്ര വേണമെങ്കിലും എനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും. അത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് വെക്ടേഴ്സിനെ എത്ര, ഇപ്പോൾ 2 ടൈംസ് ആക്കണമെങ്കിൽ 2 ടൈംസ് ആക്കാം, 1.5 ടൈംസ് ആണെങ്കിൽ 1.5 ടൈംസ് ആക്കാം. സോ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ വെക്ടറിനെ ഇതിൻ്റെ ഈ ഒരു പർട്ടിക്കുലർ എ വെക്ടറിൻ്റെ എക്സ് കോമ്പണൻ്റ് അത്രയും സ്കെയിൽ ചെയ്യും. അതായത് ഇതിപ്പോൾ ഒരു 2, 3 എന്ന് പറഞ്ഞൊരു വെക്ടർ, ഇത് ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലാണ് നിൽക്കുന്നതെന്നുണ്ട് വെച്ചോ. ഈ ഒരു കോർഡിനേറ്റ് സ്കെയിൽ, ഇത് 2, 3 എന്ന് പറഞ്ഞൊരു കോർഡിനേറ്റ് സ്കെയിലാണുള്ളത്. അപ്പോൾ ഞാൻ അത് 2 ടൈംസ് ഐ ക്യാപ്. സോ 2 ടൈംസ് ഐ ക്യാപ് എന്ന് പറഞ്ഞാൽ ഇത് 2 ടൈംസിലേക്ക് ഇത് ഷിഫ്റ്റ് ആവും. അപ്പോൾ ഇതാണ് ഈ വെക്ടർ. ഓക്കെ, ആൻഡ് ഈ ഒരു ഡയറക്ഷനിൽ എനിക്ക് എന്തുണ്ട്, ജെ ക്യാപ് ഉണ്ട്. അതിനെനിക്ക് സ്കെയിൽ ചെയ്യാൻ പറ്റും 3 ടൈംസ് ജെ ക്യാപ്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ എന്താ കണ്ടേ, അതായത് ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ, ഞാൻ 3 യൂണിറ്റ് വെക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ്. ഐ ക്യാപ് ഇസ് പോയിന്റിങ് അലോങ് ദ എക്സ് ആക്സിസ്, ജെ ക്യാപ് എന്ന് പറയുന്നത് വൈ ആക്സിസിലാണ് പോയിന്റ് ചെയ്തേക്കുന്നത്, സി ആക്സിസിലാണ് കെ ക്യാപ് പോയിന്റ് ചെയ്തേക്കുന്നത്. സോ ഈ ഒരു കേസിനകത്ത് ഇത് 2 ഐ ക്യാപ് ഈ ഡയറക്ഷനിൽ പോയിന്റ് ചെയ്തു. അതായത് ഇതിനെ ഞാൻ സ്ട്രെച്ച് ചെയ്തു അത്രയും. ഐ ക്യാപ് എന്ന് പറഞ്ഞ വെക്ടർ ഓൾറെഡി ഉണ്ട്, അതിൻ്റെ ഡബിൾ എടുത്തു. ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഇത് ആയതുകൊണ്ട് 2, 3 എന്ന് പറഞ്ഞ പോയിന്റ് ആയതുകൊണ്ട് ഇത് 3 ടൈംസ് എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, ഈ വെക്ടറിൻ്റെ സം എന്ന് പറയുന്നത് ഈ വെക്ടർ പ്ലസ് ഈ വെക്ടർ ആക്കി എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ എ വെക്ടറിനെ എനിക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഡ്രോയിങ് ദ ആരോ 2 ഐ ക്യാപ് പ്ലസ് 3 ജെ ക്യാപ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് ഐഡിയ. ഞാൻ ഒന്നുകൂടെ ജനറലായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. സോ ഇഫ് നമുക്കൊരു വെക്ടർ ഉണ്ട്, ഇതാണ് വെക്ടർ എ.
ഓക്കെ, ഈ വെക്ടറിൻ്റെ നമ്മളെപ്പോഴും ചിന്തിക്കുക, ഇവിടെ ഒരു ഐ ക്യാപ്പ് ഉണ്ട്, ഇവിടെ ഒരു ജെ ക്യാപ്പും ഉണ്ട്. ഓക്കെ, സോ ഈ വെക്ടറിനെ എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും ടു ഹൗ മച്ച് എക്സ്റ്റെൻഡ് ഐ വോണ്ട്. സോ ഞാനിതിനെ സ്ട്രെച്ച് ചെയ്യുന്നത് എ എക്സ് ടൈംസ് ഐ ക്യാപ്പാണ്. എ എക്സ് ടൈം ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും എനിക്ക് സ്ട്രെച്ച് ചെയ്യാൻ പറ്റും എ എക്സ് ടൈംസ്. അതായത് എ വെക്ടറിൻ്റെ എക്സ് കോമ്പണൻറ്റ് എത്രയാണോ അത്രയും ഞാൻ സ്ട്രെച്ച് ചെയ്തു. എ എക്സ് ടൈംസ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ടൈംസ് ജെ ക്യാപ്പ്, ഇത്രയും ഞാൻ സ്ട്രെച്ച് ചെയ്തു. എ എക്സ് ടൈംസ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ടൈംസ് ജെ ക്യാപ്പ്. സോ വെക്ടർ എനെ എനിക്ക് അങ്ങനെ എഴുതാൻ പറ്റും എ എക്സ് ഐ ക്യാപ്പ് പ്ലസ് എ വൈ ജെ ക്യാപ്പ് എന്ന് എഴുതാൻ പറ്റും. അതാണ് ഐഡിയ, എത്രേ ഉള്ളൂ. അതായത് ആ യൂണിറ്റ് വെക്ടേഴ്സിനെ എനിക്ക് എത്ര വേണമെങ്കിലും സ്ട്രെച്ച് ചെയ്യാം. ഞാനതിന് സ്ട്രെച്ച് ചെയ്തത് ബൈ എ എക്സ് ടൈംസ്, അതായത് ഇതിൻ്റെ എക്സ് കോമ്പണൻറ്റിൻ്റെ അത്രയും ടൈംസ് സ്ട്രെച്ച് ചെയ്തു, എ വൈനെ അത്രയും ടൈംസ് സ്ട്രെച്ച് ചെയ്തു. ഇപ്പോൾ നിങ്ങളൊരു വെക്ടർ തരികയാണ്, ഇപ്പോൾ റാൻഡമായിട്ട് ഇപ്പോൾ 4 ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ്. ഓക്കെ, ഇങ്ങനൊരു വെക്ടർ ആണെന്ന് വെച്ചു. എനിക്കിത് മറ്റേ പഴയ നമ്മുടെ ആരോയിലേക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെന്ന് വെച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ഐ ക്യാപ്പ്. ഓക്കെ, എനിക്ക് ഐ ക്യാപ്പ് എന്താണെന്ന് അറിയാം, അതിൻ്റെ യൂണിറ്റ് ലെങ്ത് ആണുള്ളത്. ഇതാണ് നമ്മുടെ ഐ ക്യാപ്പ്. 4 ടൈംസ് ഐ ക്യാപ്പ്. 4 ടൈംസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 മടങ്ങ്. സോ ഇതിൻ്റെ 4 മടങ്ങ് വലുപ്പത്തിൽ, സോ മേ ബി സംവെയർ ഹിയർ 4 ഐ ക്യാപ്പ് 4 ടൈംസ് ഞാൻ സ്ട്രെച്ച് ചെയ്തു പ്ലസ് 3 ജെ ക്യാപ്പ്. 3 ജെ ക്യാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈംസ്. ഇപ്പോൾ ജെ ക്യാപ്പ് എനിക്കറിയാം ഇവിടെ ഉണ്ടെന്ന്. ഇതിൻ്റെ 3 മടങ്ങ് ഞാൻ ഇതിനെ സ്ട്രെച്ച് ചെയ്തു. ഇതാണ് 3 ജെ ക്യാപ്പ്. ഓക്കെ, സോ നമുക്ക് ഈ 2 വെക്ടേഴ്സ് കിട്ടി. ഇതിൻ്റെ ടെയിലിൽ നിന്ന് മറ്റേ ഹെഡിലേക്ക് വെച്ചാൽ ഇതാണ് നമ്മുടെ വെക്ടർ 4 ഐ ക്യാപ്പ് പ്ലസ് 3 ജെ ക്യാപ്പ്. ഓക്കെ, സോ 2 നമ്പേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ബാക്ക് ആൻഡ് ഫോർത്ത്, എനിക്ക് ഐദർ ഒരു ആരോന്ന് വെക്ടറിലേക്ക് മാറ്റാൻ പറ്റും, അതായത് ഈ ഒരു പർട്ടിക്കുലർ ഫോമിലേക്ക് മാറ്റാൻ പറ്റും വിത്ത് കോമ്പണൻറ്റ് ഫോം. ഈ ഒരു പർട്ടിക്കുലർ കോമ്പണൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ ചെയ്യാൻ പറ്റും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വെക്ടർ തന്നു കഴിഞ്ഞാൽ എനിക്ക് ആരോയിലേക്ക് തിരിച്ചു പോകാനും പറ്റും. സോ ഇറ്റ്സ് മച്ച് ഈസിയർ ഇങ്ങനെ ആകുമ്പോൾ. ഓക്കെ, ഇനിയിപ്പോൾ അഡീഷൻ ഓഫ് 2 വെക്ടേഴ്സ് ആഡ് ചെയ്യണം. ഇപ്പോൾ ലെറ്റ്സ് സേ ഐ ക്യാപ്പ് പ്ലസ് 2 ജെ ക്യാപ്പ്. ഇത് വെക്ടർ എ ആണ്. ഓക്കെ, സോ വെക്ടർ ബി എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഐ ക്യാപ്പ് പ്ലസ് 4 ജെ ക്യാപ്പ് എന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ഈ ഒരു കേസിനകത്ത് എനിക്കിത് 2 രീതിയിൽ ചെയ്യാൻ പറ്റും. ഐ ക്യാപ്പ് എടുത്തു. സോ ഇതാണ് എൻ്റെ ഐ ക്യാപ്പ്, അതിൻ്റെ എക്സ് ആക്സിസ് ആണ്. ഇത് 2 ഐ ക്യാപ്പ് ആണ്. 2 ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ട്വൈസ് ഇറ്റ്സ് ലെങ്ത്, അതും ഇത് ട്വൈസ് ഇറ്റ്സ് ലെങ്ത് 2 ഐ ക്യാപ്പ്. സോ അറ്റ് ദ എൻഡ് എനിക്ക് എത്ര കിട്ടി? 3 ഐ ക്യാപ്പ് കിട്ടി. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ വൈ ആക്സിസിൽ ഇപ്പോൾ ഇതാണ് 2 ജെ ക്യാപ്പ് എന്ന് പറയുന്നത്, ലെറ്റ്സ് സേ. ഓക്കെ, സോ അടുത്തത് 4 ജെ ക്യാപ്പ്. 4 ജെ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 4, ഇതാണ് 4 ജെ ക്യാപ്പ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് 2 ജെ ക്യാപ്പ്, ഇത് 4 ജെ ക്യാപ്പ്. സോ അറ്റ് ദ എൻഡ് എത്ര കിട്ടി? എനിക്ക് 6 ജെ ക്യാപ്പ് കിട്ടി. ഓക്കെ, സോ എനിക്ക് 3 ഐ ക്യാപ്പും കിട്ടി, 6 ജെ ക്യാപ്പും കിട്ടി. ഇനി ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 3 ഐ ക്യാപ്പ് പ്ലസ് 6 ജെ ക്യാപ്പ്. സോ നമുക്ക് ജോമെട്രിക്കൽ ഇത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യണം. ആഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കോഎഫിഷ്യൻസ് ആഡ് ചെയ്തു എന്നുള്ളത് ഈ ആരോ ബേസ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു ഐഡിയ. സോ നിങ്ങൾ 2 കോമ്പോണൻറ്റ്സ് തന്നു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ ഇതെങ്ങനെ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ ഇത് ആരോയിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, ആഡ് ചെയ്യാൻ പറ്റും, ഇനി സബ്ട്രാക്ട് ചെയ്യാം വെക്ടേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സബ്ട്രാക്ട് ചെയ്യുന്ന കാര്യം അതെങ്ങനെ നിങ്ങൾ ചിന്തിച്ച് നോക്കി, എങ്ങനെയായിരിക്കും നമ്മൾ വെക്ടേഴ്സ് സബ്ട്രാക്ട് ചെയ്യുക? ഓക്കെ, അതൊന്ന് ചിന്തിച്ച് നോക്കി അതെങ്ങനെ ചെയ്യാമെന്ന്. സോ ലെറ്റ്സ് മൂവ് ഓൺ. സോ അത് നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. സബ്ട്രാക്ട് ചെയ്യുക. സോ സബ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് അതെങ്ങനെ ചെയ്യാൻ നോക്കൂ. സോ എനിക്ക് വെക്ടർ എ ഉണ്ട്, ഇതാണ് വെക്ടർ എ. എനിക്ക് വെക്ടർ ബി ഉണ്ട്, ഇതാണ് വെക്ടർ ബി. ഓക്കെ, സോ വെക്ടർ എ മൈനസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ എ മൈനസ് വെക്ടർ ബി. സോ എ ഞാൻ വരച്ചു, ഇതാണ് എ വെക്ടർ. ടു ദ ഹെഡ്, ഇതിൻ്റെ ഹെഡിൽ വെക്കണമല്ലോ ബി. അതിൻ്റെ അതുപോലെ തന്നെ നെഗറ്റീവ് ബി ആണ്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻ സ്വിച്ച് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നമുക്ക് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ സ്വിച്ച് ചെയ്തു. അപ്പം ഇതാണ് ബി വെക്ടർ. സോ അപ്പോൾ ഇത്രയാണ് എ മൈനസ് ബി വെക്ടർ എന്ന് പറഞ്ഞാൽ, അതായത് ഇത്രയും.
ഇത്രയാണ് എ മൈനസ് ബി വെക്റ്റർ. ഇപ്പം നോർമലി ഇപ്പോൾ ഇങ്ങനെ ഒരു കേസ് എടുത്തെന്ന് വെച്ചോ. ഇപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ കേസ്, ഇപ്പോൾ ഇതാണ് വെക്റ്റർ എ ആൻഡ് ഇതാണ് വെക്റ്റർ ബി എന്ന് പറഞ്ഞു. ഓക്കെ, ഈ രണ്ട് കേസിനകത്തും അപ്പോൾ ഇതാണ് എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇത് വാട്ട് ഈസ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വെക്റ്റർ എ ഇതാണ്, മൈനസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്, ഇത് ഈ ഡയറക്ഷനിൽ തന്നെ ഓപ്പോസിറ്റ് പോകും, ഇത് ബി. സോ ഇതാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ വെക്റ്റർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സ്വിച്ച് ചെയ്ത് എല്ലാത്തിൻ്റെയും ജോമെട്രിക്കൽ പെർസ്പെക്റ്റീവ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വേറൊരു കാര്യം കൂടെ, ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്കൊരു വെക്റ്റർ ഉണ്ട്, ഇപ്പോൾ ബി എന്ന് പറഞ്ഞൊരു വെക്റ്റർ, ബി വെക്റ്റർ. അപ്പോൾ നമ്മളെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും? യൂസിങ് ഐ ആൻഡ് ജെ. ഇത് നമ്മുടെ സ്മോൾ ഐ ആണ്, സ്മോൾ ജെ ആണ്. സോ ഇതെന്ന് പറയുന്നത് ബി എക്സ്, ഇതിൻ്റെ എക്സ് കോമ്പണൻറ്റ് ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ്. സോ ബി വെക്റ്ററിനെ നമുക്ക് ബി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ബി എക്സ് ഐ ക്യാപ്. ഇത് ട്രയാങ്കിൾ നമ്മുടെ പഴയ ലോ തന്നെയാണ്. ഇനി ഈ ആംഗിൾ, ഇത് എത്ര ആംഗിളിലാണ് ഓറിയൻറ്റ് ചെയ്തേക്കുന്നത്? ലെറ്റ്സ് അത് തീറ്റ എന്ന് വെച്ചോ. അതെങ്ങനെ കണ്ടുപിടിക്കുക? വളരെ സിമ്പിളാണ്. നിങ്ങൾ ടാൻ തീറ്റ യൂസ് ചെയ്താൽ മതി. ടാൻ തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ പണ്ട് ടാൻ തീറ്റ പഠിച്ചിട്ടുണ്ട്. ഇത് ഈ ആംഗിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്, അതായത് ബി വൈ ആണ്, ബൈ ബി എക്സ്. സോ തീറ്റ എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് ഓഫ് ബി വൈ ബൈ ബി എക്സ് എന്നാണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുക. സോ ഇത് ഇപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ കമൻറ്റ് ബിലോ ആൻഡ് ലെറ്റ് മീ നോ. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ നമ്മളിപ്പോൾ പഠിച്ചു രണ്ട് കോമ്പണൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്റ്റേഴ്സ് സ്കെയിൽ ചെയ്യാനും അതുപോലെ തന്നെ ആഡ് ചെയ്യാനും കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറയുകയാണ്, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു വെക്റ്റർ എടുത്തു, ഇതാണ് വെക്റ്റർ എ. ഓക്കെ, ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അപ്പോൾ എനിക്കപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറ്റും. ഇതാണ് ലെറ്റ്സ് സേ ഇത് ആംഗിൾ സബ്റ്റൻഡഡ്. ഓക്കെ, ഇപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് ട്രിഗ്നോമെട്രി യൂസ് ചെയ്യാണ്. ട്രിഗ്നോമെട്രി ബേസിക്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഐഡിയാസ് ഉണ്ട്. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനകത്ത് ഇതാണ് നമ്മുടെ ഹൈപ്പോട്ടന്യൂസ്, ഇത് ബേസ്, ഇതിൻ്റെ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ ഒരു ഇത് ഷേപ്പ്. ഇത് 90 ഡിഗ്രി ആയിരിക്കും. ഇപ്പോൾ ഞാനിവിടെ തീറ്റ എടുത്തു. സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർക്കണം, ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് ഇതിൻ്റെ ഈ വലിയ സൈഡാണ് സൈൻ തീറ്റ. കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ അഡ്ജസൻറ്റ് സൈഡ്. സോ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, സോ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ് സൈൻ തീറ്റ. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ബൈ അഡ്ജസൻറ്റ്. ഓക്കെ, ഇത് നിങ്ങൾ ഓർത്തിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിനി പറയാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഈ ഒരു വെക്റ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രയാങ്കിൾ പോലത്തെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും ഇപ്പോൾ നമുക്ക് ഓരോന്നോരോന്നും എടുക്കാൻ പറ്റും. ഫസ്റ്റ് നമുക്ക് കോസ് തീറ്റ എടുക്കാം. കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ ലെങ്ത്. ഓക്കെ, ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താ? എ എക്സ് ആണ്. അതായത് എക്സ് കോമ്പോണൻറ്റ് ഓഫ് എ വെക്റ്റർ എ. സോ എ എക്സ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഒരു വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത്. അത് റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ ഐദർ നിങ്ങൾക്ക് ഈ ആരോ ഡ്രോപ്പ് ചെയ്തിട്ട് എഴുതാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒരു മോഡുലസ് സൈൻ ഇടുക, അതിനകത്ത് എഴുതുക. സോ ആൻഡ് കോസ് തീറ്റ എങ്ങനെ എഴുതാൻ പറ്റും? കോസ് തീറ്റ എഴുതി നമ്മളിപ്പം ഇനിയിപ്പോൾ സൈൻ തീറ്റയാണ് എഴുതേണ്ടത്. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ സൈഡാണ്. ഇതാണ് എ വൈ സൈഡ്. സോ എ വൈ ബൈ ഹൈപ്പോട്ടന്യൂസ്, അഗെയിൻ ദ ലെങ്ത് ഓഫ് ദ വെക്റ്റർ എ. സോ ഇങ്ങനെ എഴുതിയെന്ന് വെച്ചോ. സോ ഇതിൽ നിന്ന് നമുക്ക് എ എക്സ് എന്ന് എഴുതാൻ പറ്റും. എ എക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇനി ഞാനിത് മോഡുലസ് എപ്പോഴും എഴുതത്തില്ല, നിങ്ങൾ ഓർക്കണം അത് മാഗ്നിറ്റ്യൂഡാണ് ഞാൻ സംസാരിക്കുന്നത്. ഇതിനെ എ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ എ വൈ എന്ന് പറയുന്നത് എ സൈൻ തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മളിനി സൈൻ തീറ്റ കോസ് തീറ്റ ടേംസിലാണ്. നമ്മൾ നേരത്തെ പഠിച്ചു
ഇവിടെ ഒരു ചെറിയൊരു വെക്ടർ ഉണ്ട് എ ഐ ക്യാപ്സ് ആൻഡ് ഇവിടെ ഒരു ചെറിയ വെക്ടർ ഉണ്ട് ജെ ക്യാപ്. സോ ഇതിനകത്ത് എ വെക്ടറിനെ നമുക്ക് എ എക്സ് ഐ ക്യാപ് പ്ലസ് എ വൈ ജെ ക്യാപ്ന്ന് എഴുതാൻ പറ്റും. അപ്പോൾ എ വെക്ടറിനെ നമുക്ക് എ എക്സിന് എന്താ എ കോസ് തീറ്റ ഐ ക്യാപ് പ്ലസ് എ സൈൻ തീറ്റ ജെ ക്യാപ് ഇങ്ങനെ എഴുതാം. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഇനിയും സിംപ്ലിഫൈ ആണെങ്കിൽ എ കോമൺ ആക്കിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ ഇങ്ങനെയും നമുക്ക് വെക്ടേഴ്സിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഇഫ് അവർ ആംഗിൾ തന്നിട്ട് മാത്രമേ ഉണ്ടെന്നുണ്ടെങ്കിൽ എ കോസ് തീറ്റ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ് സൈഡ്, അതായത് എക്സ് കോമ്പണൻറ്റ് കിട്ടും. സോ എക്സ് കോമ്പണൻറ്റ് കോസ് തീറ്റ എടുക്കുക, അത് എഴുതുക, തീറ്റ ഉണ്ട്. പിന്നെ വൈ കോമ്പണൻറ്റ് അടിക്കണമെങ്കിൽ സൈൻ തീറ്റ, എ സൈൻ തീറ്റ കണ്ടുപിടിച്ചിട്ട് ജെ എഴുതുക. അപ്പോൾ എക്സ് കോമ്പണൻറ്റ് വൈ കോമ്പണൻറ്റ് കിട്ടി. അപ്പോൾ ഇങ്ങനെ എഴുതാൻ പറ്റും. സോ ഓർക്കുക, ഫ്രം ദ ബിഗിനിങ് എന്തുകൊണ്ട് നമ്മൾ വെക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു? ബിക്കോസ് 2 ഡയമെൻഷനകത്ത് സയൻസ് വെച്ചുകൊണ്ട്, ജസ്റ്റ് പ്ലസ് ഓർ മൈനസ് സയൻസ് വെച്ചുകൊണ്ട് നമുക്ക് ഡയറക്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ആരോസിനെ യൂസ് ചെയ്തു. അപ്പോൾ എപ്പോഴും ആരോസിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് വളരെ ഇടങ്ങേറാണ് അത്, അതിനെ സ്കെയിൽ ചെയ്യുന്നതും കാര്യങ്ങളും അതിനെ വരയ്ക്കലും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇടങ്ങേറ്. അത് നമ്മൾ ആ ഒരു എന്താ പറയുക സ്കെയിലിനകത്ത് വെച്ച് വരച്ച് പിന്നെയും ഓരോന്നിനെ അതേപോലെ ചെയ്തിട്ട് വേണം അത് കാൽക്കുലേറ്റ് ചെയ്യാൻ. വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കേസാണ്. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മൾ യൂണിറ്റ് വെക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. യൂണിറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മാഗ്നിറ്റ്യൂഡ് ഇല്ല. മാഗ്നിറ്റ്യൂഡ് ഇല്ലെന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് 1 ആണ്, അത്രേ ഉള്ളൂ. മാഗ്നിറ്റ്യൂഡ് ഇല്ല എന്നല്ല, മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അപ്പോൾ ആ നമുക്ക് വെക്ടേഴ്സിനെ സ്കെയിൽ ചെയ്യാമെന്ന് പഠിച്ചു അതിനുശേഷം. അതുകൊണ്ട് തന്നെ ഈ യൂണിറ്റ് വെക്ടേഴ്സിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സ്കെയിൽ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ യൂണിറ്റ് വെക്ടേഴ്സിനെ യൂസ് ചെയ്തിട്ട് ഞാൻ ഈ കോമ്പണൻറ്റ് യൂസ് ചെയ്തിട്ട്, ഈ വെക്ടറിൻ്റെ കോമ്പണൻസ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഈ രീതിയിൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റി. അങ്ങനെ ഞാൻ വന്ന സമയത്ത് ഞാൻ ഒരു തീറ്റ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ നമ്മുടെ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് യൂസ് ചെയ്തിട്ട് സെയിം ഐഡിയ തന്നെ ഞാൻ അവസാനം ഇങ്ങനെ എഴുതി. ഓക്കെ, ഇത്രയും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനി നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടറാണ് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അൺടിൽ ദെൻ സീ ദെൻ ബൈ.